ഈ വിധി അങ്ങേറ്റം ബയസ്ഡായ ഒരു വിധിയാണ്. കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്നാണ്. അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും. നമ്മൾ ആദ്യം പോലും ഫോളോ ചെയ്യുന്ന ആളാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ച് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ദിലീപിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. ദിലീപിനെ വെറുതെ വിട്ടത് ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാര്യം ഇവിടെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്, ഒരു കാര്യവുമില്ലാതെ എന്തിന് ആ നടിയെ ആക്രമിക്കണം? അപ്പോൾ അതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടില്ലേ? വെറുതെ കുറച്ച് കൊട്ടേഷൻ ആൾക്കാർ ചെന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് കുറേ പേരുടെ ക്വസ്റ്റ്യൻസ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ന്യായമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കോടതിയാണ്, കോടതിക്ക് തെളിവുകൾ വേണം. തെളിവുകൾ ഇല്ലാത്തിടത്തോളം കാലം കോടതി ഒരു മനുഷ്യരും ശിക്ഷിക്കത്തില്ല. അതാണ് ഇപ്പോഴത്തെ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം നിങ്ങൾ ഇനി നാളെ പോയി ആരെങ്കിലും കൊന്നാൽ പോലും കോടതിക്ക് തെളിവാണ് വേണ്ടത്. തെളിവില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതികളെ കോടതി വെറുതെ വിടും. എന്തായാലും ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഡ്വക്കേറ്റിന്റെ ഒരു ക്ലിപ്പിംഗ് അവിടെ വയ്ക്കാം. 8ാം പ്രതിയെ മാത്രം ശിക്ഷിക്കണമെന്നാണല്ലോ നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചത്. അങ്ങനെയാണല്ലോ മാധ്യമ വിചാരണ 7 കൊല്ലമായിട്ട് നടക്കുന്ന കേസാണിത്. മാധ്യമ വിചാരണ, അതായത് ഒരു 8ാം പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ പേപ്പർ ഇല്ല, ഒരു സിംഗിൾ ഇൻസിഡന്റ് ഇല്ല. ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ടേ? ജഡ്ജി വിശ്വസിക്കണ്ട പോട്ടെ, ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ട, ഒരു സാധാരണ മനുഷ്യൻ വിശ്വസിക്കണ്ടേ? അത്തരം എവിഡൻസ് ഇല്ലാത്ത ഒരു കേസാണിത്. കേട്ടല്ലോ, അതായത് ദിലീപിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സിംഗിൾ പേപ്പർ പോലും ഇല്ല. അതായത് ഒരു തെളിവുകൾ പോലും നിലവിൽ ദിലീപിന് എഗെയിൻസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദിലീപ് ഒരു പ്രതിയാണെന്ന് കോടതിയുടെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇവിടെ ഒരു കാരണവശാലും നിങ്ങൾ ജഡ്ജ്മെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ മുന്നിൽ നിങ്ങൾ തെളിവുകളാണ് ഹാജരാക്കേണ്ടത്. ഒരുപാട് പേര് ദിലീപിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കുന്ന ആൾക്കാരോടാണ് പറയണത്. ഇപ്പോൾ കുറേ പേര് വന്നിട്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു, അവൾക്കൊപ്പം ഞങ്ങൾ എന്നും അവളുടെ കൂടെ കാണുമെന്നൊക്കെ. ആ വിഷയത്തിനകത്തോട്ടൊക്കെ ഞാൻ വരാം. ഞാൻ രാമൻപിള്ള വക്കീലൊക്കെ ആ ഒരു വിഷയമായിട്ട്, അതായത് ഇതിനകത്ത് പ്രധാന സാക്ഷികളെന്ന് പറയുന്ന ആൾക്കാരെ വിസ്തരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സാക്ഷികളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂറുമാറി പിടിയിട്ടില്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിനകത്തോട്ട് വരാം. പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു കേസുമായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള തെളിവുകളും ഈ ഒരു നിമിഷം വരെയും കോടതിയുടെ മുന്നിൽ എത്തിയിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെ ഇവിടെ പ്രതി ചേർക്കപ്പെട്ടു എന്നൊരു ചോദ്യം ഇവിടെ ഇല്ലേ? അവസാനമായിട്ട് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു തെളിവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു മറ്റുള്ള ഡയറക്ടർ എന്ന് പറയുന്ന ആ പുള്ളിയാണെങ്കിൽ അവസാനം മരിച്ചും പോയി. പിന്നെ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഈ കോടതി കുറ്റം പറയുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. ദിലീപിനെതിരായി ഇത് യഥാർത്ഥത്തിൽ ഇത് മൂട്ട് ചെയ്യുന്നത് സിനിമാ ലോബിയാണ്. അതിൽ പോലീസ് അവരുടെ ഒരു എന്താ പറയുക, ഒരു പപ്പറ്റായി മാറി എന്നുള്ളതാണ്. സിനിമാ ലോബിയുണ്ട്, അതുപോലെ തന്നെ എക്സ് വൈഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ ആലോചനകളുടെ പ്രകാരമായിട്ടാണ് എന്നാണ് ദിലീപിന്റെ കേസ്. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു എന്നാൽ ദിലീപും A1-ഉമായിട്ടുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടുള്ളത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ഗൂഢാലോചനയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇന്ത്യയില് മലീഷ്യസ് പ്രോസിക്യൂഷൻ ഒരു നിയമം ഇല്ലല്ലോ. ഇങ്ങനെയുള്ള പോലീസുകാർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എത്രയോ ആളുകളെ അക്യൂട്ട് ചെയ്യുന്നു, എത്രയോ ആളുകളെ നിരപരാധികളെ പ്രതികളാക്കുന്നു. ഇതൊക്കെ ഉള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ, എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇതിനകത്ത് എക്സ് വൈഫിന്റെ ഒരു കേസ് പറയുന്നുണ്ട്. അതായത് മഞ്ജു വാര്യറുടെ വിഷയമാണ് പറഞ്ഞു വരുന്നത്. മഞ്ജു വാര്യർ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതിന്റെ പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, അതിന്റെ സത്യങ്ങൾ എന്തായാലും പുറത്തു കൊണ്ടുവരണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്ന് രാവിലെ ദിലീപ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് എന്ന് മഞ്ജു വാര്യർ ഈ ഒരു വിഷയം സംസാരിച്ചോ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നടന്നതെന്നുള്ള രീതിയിലാണ് ദിലീപ് വന്ന് പ്രതികരിച്ചത്. ഇനി പണ്ട് മഞ്ജു വാര്യർ സംസാരിച്ച ആ ഒരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി.
കേട്ടല്ലോ. അതായത് അന്ന് മഞ്ജു വാര്യർ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതാണ് ഇപ്പം ദിലീപ് എടുത്ത് സംസാരിച്ച ഒരു കാര്യം. എന്നാലും ഇപ്പം അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇപ്പം നിലവിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഈ അപ്പീലിന് പോയിട്ടും വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അപ്പീലിന് പോവുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും വെച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും വൃത്തി. കാര്യം ഇനി ഹൈക്കോടതിയിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ ദിലീപിനെ നാളെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഈ ആൾക്കാർ എന്തായിരിക്കും പറയണത്? ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ട് നടക്കാൻ പോകുന്നത്? അതേപോലെ നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു കാര്യം ഇപ്പം ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം. അതായത് ദിലീപ് കോടതിയിൽ വന്ന സമയത്ത് ജഡ്ജി എണ്ണീറ്റ് തൊഴുതു എന്ന തരത്തിൽ ഒരു പുള്ളി വന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ദിലീപിനെ കാണുമ്പോൾ ജഡ്ജി എണ്ണീറ്റ് തൊഴുവേണ്ട കാര്യം എന്താണ് എനിക്ക് പിടി കിട്ടുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ അവിടെ കാണിച്ചു തരാം. ഈ വിധി അങ്ങേറ്റം ബയസ്ഡായ ഒരു വിധിയാണ്. കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്നാണ്. അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും. നമ്മൾ ആദ്യം പോലും ഫോളോ ചെയ്യുന്ന ആളാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ച വിമൻ കളക്റ്റീവ്, വക്കീലന്മാരെ, അതുപോലെ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഏതെങ്കിലും കോടതികളിൽ നടക്കുമോ? അതായത് ജഡ്ജിമാരൊക്കെ എണ്ണീറ്റിട്ട് പ്രതികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തൊഴുവോ? എനിക്കറിയത്തില്ല. സാധാരണ ജഡ്ജി കോടതിയിൽ കയറുമ്പോഴത്തേക്ക് ആൾക്കാരെയൊക്കെ ജസ്റ്റ് ഒന്ന് തൊഴുന്നിട്ട് ഇരിക്കും. അങ്ങനെ ഒരു സീനുണ്ട്. അല്ലാതെ ഓരോ ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഇന്നിട്ട് ഇന്ന് തൊഴുവേണ്ട അവസ്ഥയൊന്നും ജഡ്ജിക്കില്ല. കാര്യം ജഡ്ജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഏത് പൊസിഷനിൽ ഇരിക്കുന്നതാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലടേ. എനിക്ക് പിടികിട്ടുന്നില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഉള്ളതാണോ എന്നാണ് ഞാനിപ്പോൾ ഇരുന്ന് ആലോചിക്കുന്നത്. അതോ ഇനി മനഃപൂർവ്വം ഇനിയിപ്പം ദിലീപിനെ എങ്ങനെയെങ്കിലും പ്രതി ചേർക്കാൻ പറ്റാത്തതിൻ്റെ വാശിക്ക് വന്നിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുവാണോ? കാര്യം ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ട്. കാര്യം ഇങ്ങനെ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കേൾക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മി പ്രതികരിക്കുന്ന ഒരു വോയിസ് ഉണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. ഞാനിപ്പോഴും അവളോടൊപ്പം തന്നെ, അവളോടൊപ്പം അവളുടെ വീട്ടിലാണ് ഇരിക്കുന്നത്, അവളോടൊപ്പം തന്നെയാണ് ഇരിക്കുന്നത്. മരണം വരെ അവളോടൊപ്പം തന്നെയായിരിക്കും. ഇനി ആരൊക്കെ നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാലും ഞങ്ങൾ ആരും അത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട് ഈ വിധി എന്നുള്ളത് ഇവിടെ ചോറുണ്ണുന്ന ഓരോ മലയാളിക്കും മനസ്സിലാവും. ഇതിനപ്പുറം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ തെളിവുകൾ സബ്മിറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. കാര്യം എന്തിന് ഈ പൾസർ സുനി എന്ന് പറയുന്നവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു? അതാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ തിരക്കേണ്ട കാര്യം. ഒരു കാര്യമില്ലാതെ അവനിത് പോയി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവൻ്റെ പിന്നിൽ ഇത് ആരാണ് നിൽക്കുന്നത്? അവനെ കൊണ്ട് ആരാണ് ഇത് ചെയ്യിപ്പിച്ചത്? ആ ഒരു സാധനമാണ് ഇവിടെ വെളിയിൽ വരേണ്ടത്. അത് ഈ ഒരു നിമിഷം വരെയും വെളിയിൽ വരുന്നതുമില്ല. ഒരു മനുഷ്യരുടെ കയ്യിൽ ഇതിനെ പറ്റിയിട്ട് ഒരു തെളിവുകളും കയ്യിലുമില്ല. അപ്പോൾ ഇല്ലാത്തിടത്തോളം കാലം പിന്നകത്ത് എന്ത് സംസാരിക്കാനാണ്? കോടതി എന്ന് പറയുന്നതല്ലേ ഒരു ഏറ്റവും വലിയൊരു കാര്യം. കോടതി ഒരു പ്രതിയെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കോടതിയുടെ കണ്ണിൽ അവൻ കുറ്റക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ പേരിലായിരിക്കത്തില്ലേ? അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ കോടതി വിധിയെ വരെ പല ആൾക്കാരും വന്നിരുന്ന് ആക്ഷേപിക്കുവാണ്. ഒന്നും എനിക്ക് പറയാനുമില്ല. ഇതിനപ്പുറം ഈ ഒരു വിധി ഞാൻ പ്രതീക്ഷിച്ചുമില്ല. ഇത്രയും മനസ്സിന് എന്താ പറയാ, സമൂഹത്തിന് മാതൃകയാവുന്ന, ഓരോ പെണ്ണിനും മാതൃകയാകുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ പെൺകുട്ടിക്കും മാതൃകയാകുന്ന രീതിയിൽ അവൾ നിയമ നടപടി അവൾ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിച്ചും സംസാരിക്കേണ്ടിടത്ത് സംസാരിച്ച് ഒരു പെണ്ണാണ്. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോഴും ആ ഒരു ഡീസൻസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് അവൾ ഇപ്പോഴും നിശബ്ദമായി തന്നെ അവൾ അത് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം അവളോടൊപ്പമുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. കാര്യം അങ്ങേയറ്റം തന്തയില്ലായ്മയാണ് ശരിക്കും പറഞ്ഞാൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. കാര്യം അതിൽ കൂടുതൽ നമ്മളൊന്നും ഈ ഒരു വിഷയത്തിൽ പറയാനില്ല. ചെയ്യേണ്ടത് പൾസർ സുനി എന്ന് പറയുന്ന ആ ഒരു തെമ്മാടിക്ക് എത്രത്തോളം ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ശിക്ഷ മേടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിച്ച് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും കൊണ്ടുവരാൻ നോക്കുക. പക്ഷേ ഇവിടെ ദിലീപിൻ്റെ പേര് ഇനിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ആരുടെയും കയ്യിൽ ഒരു തെളിവില്ല. തെളിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനായാലും ഉൾപ്പെടെ ദിലീപിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീഡിയോ ചെയ്യാം, നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യാം. എല്ലാവരുടെയും ഉള്ളിൽ കുറേ കാര്യങ്ങൾ അറിയാം. ഇനി ചിലപ്പം ദിലീപ് ആയിരിക്കും ചെയ്യിപ്പിച്ചത് എന്നുള്ളൊരു സാധനം അറിയാം. പക്ഷേ ഈ ഉള്ളിൽ ഈ ഒരു സാധനം അല്ലാതെ ശരിക്കുള്ള എവിഡൻസ് ഒന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി KK രമ എന്ന് പറയുന്ന ആ MLA ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അവർ പറയുന്ന കുറച്ച് കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഈ വിധി നിരാശയാണ്. ഇത് അതിജീവിതയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാരിന് സാധിച്ചില്ല. ഭരണകൂടത്തിന്റെ കൃത്യമായ വീഴ്ച ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ വിധി, കോടതി 6 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. പക്ഷെ കോടതി കണ്ടെത്തേണ്ട കാര്യം, ഈ 6 പേർ എന്തിനു വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത്?
ഈ കുറ്റത്തിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ത്? ആരാണ് ഇവരെ പറഞ്ഞയച്ചത്? അത് കണ്ടുപിടിക്കണ്ടേ? ഇത് ഇന്നയാളുകൾ കുറ്റം ചെയ്ത് വളരെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് വേണ്ടിയല്ല. ഒരു കൂട്ടം ക്രിമിനലുകൾ ഇത് ചെയ്തത് മറ്റാരോ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതെ, കോടതി എന്തുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നില്ല? അല്ലെങ്കിൽ കോടതി എന്തുകൊണ്ട് ആ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല? അതായത് ഇവരുടെ പിന്നിൽ ആരാണ്, എന്തിന് നിങ്ങൾ ഇങ്ങനെ ചെയ്തു, അതായത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തീരുമാനമാണോ അതോ നിങ്ങളെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ എന്നുള്ളൊരു കാര്യത്തിന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. മനസ്സിലായല്ലേ? അത് പുള്ളിക്കാരത്തി പറയുന്നതിനകത്ത് ന്യായമുണ്ട്. ആളെ കണ്ടുപിടിക്കാൻ പ്രോസിക്യൂട്ടറിന് സാധിച്ചില്ല. ആ തെളിവുകൾ കൊണ്ടുവരാൻ വേണ്ടി അതിനെ അകത്തേക്ക് വിധി കൊണ്ടുപോകാൻ ആ ജഡ്ജിക്കും സാധിച്ചില്ല. വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭരണകൂടത്തിന്റെ ഭാഗത്ത് തന്നെ വലിയ വീഴ്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ പ്രോസിക്യൂഷൻ വീഴ്ചയാണ്. അല്ലെങ്കിൽ ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നു. ഇക്കാര്യത്തിൽ ഉറപ്പാണല്ലോ ഈ പ്രതികൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ നിർദ്ദേശമില്ലാതെ, മറ്റൊരാൾ പറയാതെ അത് ചെയ്യില്ല ഈ സംഘം എന്നുള്ളത്. അവർ പൾസർ സുനി വളരെ കൃത്യമായിട്ട് അതിന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയുണ്ട്, അദ്ദേഹത്തിന്റെ കത്തുണ്ടല്ലോ, കത്തെഴുതിയിരുന്നു. പിന്നെ ഈ ദിലീപ് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി പൾസർ സുനിയുടെ കത്തുൾപ്പെടെ ഉണ്ടായിട്ടും അതൊന്നും ഈ കത്തും കാര്യങ്ങളൊക്കെ ഒരു വലിയൊരു എവിഡൻസ് ആണോ? അതൊക്കെ കോടതി സ്വീകരിക്കുമോ? എനിക്കറിയത്തില്ല. പ്രധാനമായിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ എങ്ങനെ ഒരു തെളിവായിട്ട് സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിനകത്തൊരു പ്രധാന ചോദ്യമാണ് അവർ ചോദിച്ചത്. കാര്യം എന്തിന് ഇവർ ചെയ്തു, ഇവരുടെ പിന്നിൽ ആരാണ് നിൽക്കുന്നത്, ഇവരെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ എന്നുള്ളത് അഫ്കോഴ്സ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് കാണും. ഇപ്പം ഞാൻ കുറേ കമൻസുകൾ നോക്കുന്ന സമയത്തും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അവരൊരു കാര്യമില്ലാതെ ഇങ്ങനെ പോയി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രമ്യ നമ്പീശൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അവൾക്കൊപ്പം എന്നും പറഞ്ഞിട്ട്. അപ്പം ഇന്ന് രാമൻപിള്ള ഉണ്ടല്ലോ, അതായത് ദിലീപിൻ്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള രാമൻപിള്ള ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അതായത് ദിലീപിൻ്റെ വിധി വന്നതിന് ശേഷം ദിലീപിനെ പ്രതിയാക്കിയ ശേഷമല്ല ഉണ്ടാക്കുന്നത്. അത് അവർ 5 സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ആദ്യം ഒരു കേസും ഇല്ല. പിന്നെ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ അമ്മയുണ്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരി രമ്യ നമ്പീശൻ, പിന്നെ ഫിയാൻസി, അവരുടെ എല്ലാം പോലീസിൽ ഏർപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട്. അമ്മയെ വിസ്തരിച്ചില്ല, രമ്യ നമ്പീശനെ വിസ്തരിച്ചു, മറ്റേ വിസ്തരിച്ചു. ആ മൊഴികളിലെല്ലാം ഇതൊക്കെ സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളില്ലെന്ന് പറഞ്ഞേക്കുന്നത് അവരുടെ അറിവില്ല. പിന്നെ എങ്ങനെ ശത്രു വന്നില്ല? കേട്ടല്ലോ, രമ്യ നമ്പീശൻ അവൾക്കൊപ്പം പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് എനിക്ക് ഈ ഒരു കാര്യമായിട്ട് എനിക്ക് കണക്ട് ചെയ്തത്. അത് ഈ പറയുന്ന നടിയുടെ അടുത്ത സുഹൃത്താണ് ഈ പറയുന്ന രമ്യ നമ്പീശൻ. അപ്പോൾ രമ്യ നമ്പീശനെയൊക്കെ കോടതി വിസ്തരിച്ച സമയത്ത് പുള്ളിക്കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ശത്രുക്കളും ഇല്ല എന്ന്. അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കോടതിയിൽ കൊടുത്തിരുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ എന്തെങ്കിലും അവർക്കൊക്കെ കൂടെയുള്ള ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ദിലീപിൻ്റെ പേര് പറയത്തില്ലേ? എന്തുകൊണ്ട് ദിലീപിൻ്റെ പേര് പറഞ്ഞില്ല? അപ്പം ഈ കൂട്ടത്തിലുള്ള ആൾക്കാരെ എല്ലാവരെയും വിസ്തരിച്ച സമയത്ത് ഇവരെല്ലാവരും ദിലീപിന് അനുകൂലമായിട്ടുള്ള മൊഴിയാണ് കൊടുത്തത്. ഇതിനെ പറ്റിയിട്ട് ഇവിടെ ആരും ഒന്നും ചിന്തിക്കുന്നില്ല. എന്നാൽ അതിലും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സമയത്തും കണ്ട് ദിലീപിന് എഗെയിൻസ്റ്റ് ആയിരുന്നു ഇവർ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവസാന ഘട്ടത്തിൽ ഇവരെല്ലാവരും നൈസായിട്ട് തിരിയുകയും ചെയ്തു. എന്നിട്ട് ഇപ്പം വന്നിരുന്നിട്ട് അവൾക്കൊപ്പം പറയുകയും ചെയ്യുന്നു. പിന്നെ കോടതി വിസ്തരിച്ച സമയത്ത് ഈ പറയുന്ന നടിക്ക് വേറെ ശത്രുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറയുന്നു. ഇതിനകത്തൊക്കെ നമ്മൾ എന്താണ് ശരിക്കും വിശ്വസിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറ. എന്തായാലും ദിലീപ് എന്ന് പറയുന്നൊരു മനുഷ്യനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങൾ ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പം ദിലീപിനെ നാളെ ഇനിയിപ്പോൾ ഹൈക്കോടതിയല്ല സുപ്രീം കോടതി വെറുതെ വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പീൽ പോകാൻ തന്നെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്തും ഈ ഒരു കാര്യം സംസാരിച്ചു എന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. അതെ, അപ്പീൽ പോകണമെന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അത് മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, മറ്റ് DGPയെ സംസാരിച്ചു, മറ്റെല്ലാവരുമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിധിന്യായം വിശദമായിട്ട് പരിശോധിക്കും. അതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏത് ഭാഗങ്ങളാണെന്ന് കൂടി വ്യക്തമാക്കിക്കൊണ്ട് അപ്പീൽ പോകണം എന്ന തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. പ്രോസിക്യൂഷൻ അത് സംബന്ധിച്ചുള്ള പ്രാരംഭമായ നടപടികൾ തുടങ്ങാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സർക്കാർ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചാണ് നിന്നിട്ടുള്ളത്. അത് അവർക്കും പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നീതി ലഭിക്കുന്നതിന്, പൂർണ്ണമായ നീതി ലഭിക്കുന്നതിന്, ഒരു ഭാഗം നമുക്ക് ശരിയായ രൂപത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായ നീതി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് സർക്കാർ കാണുന്നത്. ഓക്കെ, അപ്പോൾ അപ്പീൽ പോകാൻ തന്നെയാണ് തീരുമാനം. ഇത് അപ്പീൽ പോയിട്ടും ഇനി ഈ ഒരു കേസിൽ ഇത് തന്നെയായിരിക്കും വിധി വരുന്നതെങ്കിൽ വീണ്ടും ഇവിടെ ആ ഒരു
പെൺകുട്ടിയായിരിക്കും കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് നേരിടാൻ പോകുന്നത്. കാര്യം ഇപ്പം കുറേ നാളത്തേക്ക് ആൾക്കാരൊക്കെ പറയും ഞങ്ങളൊപ്പം ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയും. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ ഇവരാരും ഒപ്പം കാണത്തില്ല. അതാണ് ആഫ്റ്റർ ഓൾ ആ പെൺകുട്ടി അനുഭവിച്ച ആ ഒരു മെൻ്റൽ ട്രോമയ്ക്ക് ആര് സമാധാനം പറയും, അല്ലേ? അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിന് അതിനുള്ളൊരു പണി കിട്ടിയിരിക്കും. കാര്യം കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വെറുതെ ഒന്നുമല്ല, തീർച്ചയായിട്ടും തിരിച്ചടിച്ചിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ദിലീപിനെ ചുറ്റിപ്പറ്റിയിട്ട് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ മീഡിയക്കാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഇവർ കാണിക്കുന്ന അങ്ങേറ്റം ചെറ്റത്തിലൂടെ ഒരാളുടെ പ്രൈവസിയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് പോയി ഡ്രോൺ പറത്തുക ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പ്രത്യേകിച്ച് കോടതി വെറുതെ വിട്ട ഒരാളെ പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ്ലി പോയി ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ശരിയുള്ളൊരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ദിലീപ് രാമൻപിള്ള അഡ്വക്കേറ്റിനെ കണ്ടിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ മീഡിയസുകാരെ പിന്നെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും പുള്ളിക്കാരെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇത്ര കാര്യങ്ങളെ 9 വർഷത്തെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പോട്ട് വരാം, തല്ല തിരക്കണ്ടേ സാറേ. അത് നിങ്ങളായിട്ട് തന്നെ കണ്ടുപിടിച്ചാൽ മതി. അന്നത്തെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥയും പിന്നെ പുള്ളിക്കാരത്തി നിയമിച്ച കുറച്ച് ക്രിമിനൽസ് ആയിട്ടുള്ള പോലീസുകാരും അവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയാണെന്നാണ് ദിലീപ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും അന്വേഷിക്കപ്പെടട്ടെ, അല്ലേ? അന്നേരം നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ആരാണ് കളിച്ചതെന്ന്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.